എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിക്കാനും ശരീരപുഷ്ടിക്കും കർക്കിടക കഞ്ഞി അത്യുത്തമമാണല്ലേ. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടി ഷെയർ ചെയ്യുകയാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ 8ഓളം പേർക്ക് കുടിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് ഉണ്ടാക്കുമ്പോൾ ആളുകൾക്ക് ആനുപാതികമായ അളവ് കൂട്ടിയും കുറച്ചും ഉണ്ടാക്കാം കേട്ടോ. കഞ്ഞിയിലേക്ക് എടുക്കുന്ന ധാന്യങ്ങൾ നമ്മൾ തലേ ദിവസം വൈകിട്ട് തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. 100 ഗ്രാമിൻ്റെ ഗ്ലാസ്സാണ് നമ്മൾ അളവിന് വേണ്ടി എടുക്കുന്നത്. അതിൽ ആദ്യം തന്നെ 1 ഗ്ലാസ് കടല, 1.5 ഗ്ലാസ് ഉലുവ, 1 ഗ്ലാസ് ചെറുപയർ, 1 ഗ്ലാസ് വൻപയർ, 1 ഗ്ലാസ് മുതിര ഇവ ഇട്ട് നമുക്ക് കുതിർക്കാൻ വെക്കണം. അത് നമ്മൾ തലേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം അത് മാറ്റി വെക്കാം. പിന്നീട് നമ്മളിത് പിറ്റേന്ന് രാവിലെ അടുപ്പത്ത് വേവിക്കാൻ വെക്കുമ്പോൾ നന്നായിട്ട് കഴുകി കല്ലെല്ലാം അരിച്ച് ഊറ്റിയെടുക്കണേ. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച ധാന്യമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ചെയ്യുന്ന പണികൾ പിറ്റേ ദിവസം രാവിലത്തതാണ് കേട്ടോ. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ട് കേൾക്കുന്ന ഈ ധാന്യം നമ്മൾ ആ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത്. നമുക്ക് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കാം. ധാന്യം മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. എത്രയാണോ ധാന്യം എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുക്കറിന് വിസിലിടണ്ട കേട്ടോ. നമ്മൾ മൂടി വെച്ച് അത് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്ന സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരി എടുക്കാം. അത് നവര അരിയോ നെല്ലുത്തരിയോ കുറുവ അരിയോ മട്ട അരിയോ എന്താണുള്ളത് വെച്ചാൽ എടുക്കാം. നമ്മളിവിടെ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. അരി 3 ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ധാന്യങ്ങൾ 1 ഗ്ലാസ് വീതവും ഉലുവ 1.5 ഗ്ലാസും അരി 3 ഗ്ലാസുമാണ് എടുത്തിരിക്കുന്നത്. ഇനി അരി നന്നായി കഴുകി അരിച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി കുക്കറിൽ ധാന്യങ്ങൾ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച ശേഷം നമ്മളിപ്പം കഴുകി ഊറ്റി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കുക്കർ നന്നായി മൂടി വെച്ച് വിസിലടിപ്പിക്കണം. ഞങ്ങളിവിടെ 6 വിസിലോളം ഇടാറുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കുക്കറിൻ്റെ ഭാഗം നോക്കിയിട്ട് പാകത്തിന് വേവിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ള തേങ്ങ ചിരവാം. അതിനു വേണ്ടി ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങ 1.5 തേങ്ങയാണ് കേട്ടോ എടുത്തത്. അതിൽ നിന്നും എനിക്ക് ഇത്രയും തേങ്ങ കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പണികൾ തൊട്ടിപ്പുറത്ത് തീർക്കാനുണ്ട്. തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുന്നതോടൊപ്പം നമുക്ക് തൊട്ടിപ്പുറത്ത് ഒരു പണിയും കൂടി തീർക്കാനുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഉരുക്കാൻ നമുക്ക് അടുപ്പത്ത് വെക്കാം. അതിനു വേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്നത് 7 ശർക്കരയാണ്. പക്ഷെ ഞാൻ ഇതിൽ കാണിക്കുന്നത് 6 എണ്ണേ ഉള്ളൂ. കാരണം നമ്മൾ 6 എണ്ണം മതിയെന്ന് വെച്ചിട്ട് എടുത്തു. പക്ഷേ നമുക്കിത് മധുരം പാകമാകാത്തത് കൊണ്ട് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ശർക്കര ഉരുക്കി എടുക്കാം. വെള്ളം അധികം ആവാതെ നോക്കണേ. ഇത് നമുക്ക് ഇതിലേക്ക് കിട്ടിയ 3-ാം പാലാണ്. ഇത്രയും പാല് കിട്ടി. ഇത് നമുക്ക് കിട്ടിയ 2-ാം പാലാണ്. ഇത്രയും പാല് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. 2-ാം പാലാണ്. ഇത് 1-ാം പാല്. അപ്പോഴേക്കും നമുക്ക് വേറെ ഒരു പണി കൂടി ചെയ്യാനുണ്ട്. അതായത് 1/2 കൈ ജീരകം നമുക്കത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് 1 പിടി തേങ്ങയും നമ്മൾ മാറ്റി വെച്ച ജീരകവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി അരഞ്ഞു കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ പാകത്തിൽ അരച്ചെടുക്കാം. ശേഷം നമ്മൾ മാറ്റി വെച്ച 1-ാം പാലിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ വിസിലടിപ്പിച്ച് മാറ്റി വെച്ച കുക്കർ തുറന്ന് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട്
നമ്മൾ ഇളക്കി നോക്കുക, അടി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര അരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോഴും അടുപ്പ് കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 3-ാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. 3-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് മിക്സായ ശേഷം നമുക്കതിലേക്ക് മാറ്റി വെച്ച 2-ാം പാൽ ചേർക്കണം. 2-ാം പാലും ചേർത്തതിന് ശേഷം അത്യാവശ്യം അത് കിടന്ന് നന്നായിട്ട് തിളച്ച് വെള്ളം പുളി മാറുന്ന വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലെ വെള്ളമൊക്കെ വറ്റി പാകത്തിന് കുറുകി വരാനുള്ള സമയം വരെ വേവിച്ചെടുക്കാം. ഇത് നന്നായി കുറുകട്ടെ കേട്ടോ. ഇത് നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടി പിടിക്കാനൊന്നും പാടില്ല കേട്ടോ, ഇളക്കിക്കൊണ്ടിരിക്കണം. പാകത്തിന് തിളച്ച് കുറുകിയ ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം. ശേഷം നമ്മൾ മാറ്റി വെച്ച 1-ാം പാലും ജീരകവും അരച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതോടുകൂടി നമുക്ക് എന്തെങ്കിലും മധുരം കുറവുണ്ടെങ്കിലോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ രുചികരമായ ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചില ആൾക്കാർ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കും, നമ്മളിതിൽ മധുരം ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ. താങ്ക് യു.